നൂഡിൽസ് വാങ്ങി കഴിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. വല്ലപ്പോഴുമാണ് ഈ ഒരു സാധനം ഞാൻ വാങ്ങുന്നുണ്ടാവുക കേട്ടോ. പക്ഷേ ഇത് തിന്നുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ കുക്ക് ചെയ്ത് തിന്നാനാണ് ഇഷ്ടം. ഇതിലേക്ക് വെജിറ്റബിൾസും അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇന്ന് നമുക്ക് ക്രീമി നൂഡിൽസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മൈദയും ഇട്ട് കൊടുത്ത് കുറച്ച് പാലും ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കൊരു ക്രീമി ടെക്സ്ചർ ആയത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ ആയാൽ ഞാനിവിടെ ഇൻഡോമി നൂഡിൽസ് ആണ് എടുത്തത്. അപ്പം അതിൽ കിട്ടുന്ന മസാല അല്ലേ, എന്നിട്ട് ആ ഒരു ക്രീമിലേക്ക് ആ ഒരു മസാലയുടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു നൂഡിൽസും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള ക്രീമി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നൂഡിൽസ് വാങ്ങുമ്പം വൺസ് ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗും കൂടെ ഇട്ട് കൊടുത്താൽ ഇതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ നൂഡിൽസ് വാങ്ങുമ്പോഴൊക്കെ നമ്മൾ അധിക പരീക്ഷണങ്ങളൊന്നും ഇതിൽ നടത്താറില്ല കേട്ടോ. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാട്ടോ എനിക്കിഷ്ടം. പക്ഷേ ഈ ഒരു സാധനം ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കുമ്പം അടിപൊളി ടേസ്റ്റ് കേട്ടോ. മറ്റേതിനേക്കാളും എത്രയോ നല്ല ടേസ്റ്റ് ഇതിന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.